സിവിൽ സർവീസ് ഫലം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ 95-ാം റാങ്ക് നേടിയ ദേവിക പ്രിയദർശിനിക്കൊപ്പമാണ് റിപ്പോർട്ടർ TV ഉള്ളത്. ദേവിക വലിയൊരു നേട്ടത്തിലേക്ക് എത്തുന്നു. ആദ്യ ശ്രമമാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയായിരുന്നു ഈ യാത്ര? യാത്ര ഒരുപാട് നീണ്ടതായിരുന്നു. സീരിയസ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ആദ്യത്തെ അറ്റംപ്റ്റാണിത്. അതിൽ 2023 മാർച്ചിലാണ് ഞാൻ ഐലാൻഡിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് മുതൽ ഡിസിപ്ലിൻഡോടെ സിസ്റ്റമാറ്റിക്കായിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചു. എല്ലാവിധ സപ്പോർട്ടും അധ്യാപകരുടെ നിന്നായാലും ഐലാൻഡ് ഭാഗത്തു നിന്നായാലും എൻ്റെ കുടുംബത്തിൽ നിന്നായാലും എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് മാത്രം, പിന്നെ ഭാഗ്യം കൊണ്ടുമാണ്. ശരിക്കും ഡിഗ്രിയൊക്കെ പഠിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് പോകുന്നത്. അങ്ങനെ IAS വേണം, സിവിൽ സർവീസിലേക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നിയത് എവിടെ നിന്നാണ്? ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളാണ്. ഞാൻ റിസർച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഐസർ തിരുവനന്തപുരത്ത് പഠിച്ച ആളാണ്. പക്ഷെ പഠിച്ചിറങ്ങിയതിന് ശേഷം കരിയർ ഓപ്ഷൻസിനെ പറ്റി ചിന്തിച്ചപ്പോൾ സിവിൽ സർവീസ് ഇങ്ങനെ മനസ്സിലുണ്ടായി. അപ്പോൾ എൻ്റെ അങ്കിൾ എൻ്റെ ഫാദറിൻലോ, എൻ്റെ സിസ്റ്ററിൻലോ, പിന്നെ അമ്മയ്ക്കും അച്ഛനൊക്കെ ആഗ്രഹമുണ്ട്. മാമി എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഇല്ല, നമ്മുടെ കൂടെ ഇല്ല. ഫാദറിൻലോയാണ് ഇതിലേക്കൊരു പ്രചോദനം തന്നതല്ലേ? കല്യാണം കഴിഞ്ഞതാണ്. ആഗ്രഹമായിരുന്നു, ഫാദറിൻലോയുടെ ആഗ്രഹമായിരുന്നു ആരെങ്കിലും ഒരു IAS ഓഫീസർ ഉണ്ടാവണം, കുടുംബത്തിൽ വേണം. ദേവികയുടെ ഒരു സാമർഥ്യവും പഠനമൊക്കെ കണ്ടപ്പോൾ കിട്ടുമെന്ന് തോന്നി. സാമർഥ്യം കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഒന്ന് മാറി പഠിച്ചു നോക്കി, നിനക്ക് എന്തായാലും ഇത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്, അതുകൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ അവളെ പ്രോത്സാഹിപ്പിച്ചാണ്, ആ ഒരു പുള്ളി പറഞ്ഞതനുസരിച്ചാണ് അവളത്. മദറിൻലോയാണ്, ഫാദറിൻലോ ഇപ്പോൾ ഇല്ല. ആ ഒരു വിഷമാണ് ദേവിക പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഇൻ്റർവ്യൂവും മറ്റു എക്സാമുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്രിലിമിനറി പരീക്ഷ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അത് ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതി. ഓൺലൈനായിട്ടാണ് മുഴുവൻ പഠിച്ചത് അല്ലേ? ഓൺലൈനായിട്ടാണ് പഠിച്ചത്. മെയിൻസ് പരീക്ഷ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് ടെസ്റ്റ് എഴുതാനുണ്ട്, എല്ലാം ഒരുപാട് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇൻ്റർവ്യൂവിന് എനിക്ക് ഭാഗ്യം കൊണ്ട് കുറച്ച് സമയം കിട്ടി. എനിക്ക് April 11 ഇൻ്റർവ്യൂ, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ സമയം എനിക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സപ്പോർട്ടോടെ, ഷിനാസ് സാറിൻ്റെ ഒക്കെ സപ്പോർട്ടോടെ എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ഹസ്ബൻഡ് പേര്? എൻ്റെ പേര് അരവിന്ദ് എന്നാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ പൈലറ്റാണ്, ഖത്താർ എയർവേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഖത്തർ എയർവേസിൽ പൈലറ്റ്. അതെ. എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതാണ് വഴിത്തിരിവായെന്നാണ് ദേവിക പറയുന്നത്. ശരിക്കും ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് IASലേക്ക് വന്നത് എന്ന് പറയുന്നു. നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങളൊക്കെ കൊടുത്തത്? അതെ, എല്ലായിടത്തും നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പുള്ളിക്കാരത്തി പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനാണ് ഒരു വഴിത്തിരിവായത്. പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഇവള് അതിനായി ഇറങ്ങി തിരിച്ച് അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തത് മൊത്തം അത് തന്നെയാണ്. അത് ഞങ്ങൾക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒപ്പം ഒരു സങ്കടവും. അതെ. അച്ഛനും അമ്മയാണ്. പേര്? എൻ്റെ പേര് അയ്യപ്പൻ പിള്ള എന്നാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു കൺസ്ട്രക്ഷൻ ഫേം നടത്തിയാണ്, എഞ്ചിനീയറാണ്. സന്തോഷമായി അല്ലേ മകള്? അതെ, ഭയങ്കര സന്തോഷമായി. സാധാരണഗതിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങി കൂടുക പതിവ്. പക്ഷേ മകൾ IAS ആയത് കല്യാണം കഴിഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു സന്തോഷം. അതെ. നമുക്ക് എന്തോന്നു? സന്തോഷം, വളരെ സന്തോഷം. എല്ലാവരെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഈ ഇത് ആലോചിച്ചിട്ടാണ്. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? ഇല്ല മോൾ, അവൾ നല്ല മിടുക്കിയാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. അവൾ നല്ല നിലയിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. IAS ഒക്കെ പിന്നെ വന്നതാണ്. അതെ, എൻ്റെ സഹോദരൻ. ഏതായാലും ഒരു സങ്കടം കൂടി ആണ് ഇവരുടെ മനസ്സിൽ. ഇത്രയും സന്തോഷം പങ്കുവയ്ക്കുമ്പോഴും ഇവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ, ദേവികയുടെ ഭർത്താവിൻ്റെ അച്ഛനാണ് ഈ വഴിയിലേക്ക് വരണമെന്നും IAS നേടണമെന്നും ഒക്കെ പ്രചോദിപ്പിച്ചത്. പക്ഷേ ഈ സമയം IAS നേടുമ്പോൾ അത് കാണാൻ അച്ഛനില്ല എന്ന വിഷമമാണ് ദേവിക പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് തിരുമലയിലാണ്, ഈ ഭർത്താവിൻ്റെ വീട്ടിലാണ് ദേവിക ഇപ്പോൾ ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം.